സിറിയൻ ഭരണാധികാരി ബാഷർ അൽ അസദിന്റെ പതനത്തിനു പിന്നാലെ ഗോലാൻ കുന്നുകളിൽ വൻതോതിൽ ജൂത കുടിയേറ്റത്തിന് ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ഗോലാൻ കുന്നുകളിൽ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച് കുടിയേറ്റം ഇരട്ടിയാക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഗോലാനിലെ ബഫർ സോണിൽ അതിക്രമിച്ചു കടന്ന ഇസ്രായേൽ അധിനിവേശം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഒരുങ്ങുന്നത്. ഗോലാൻ കുന്നുകളിൽ നിലവിലുള്ള ഇസ്രായേൽ ജനതയുടെ എണ്ണം ഇരട്ടിയാക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ ഏകകണ്ഠേന അംഗീകാരം നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. 1967 മുതൽ ഇസ്രായേൽ കൈവശം വയ്ക്കുന്ന ഗോലാൻ കുന്നുകളിലാണ് പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കുന്നത്. 1974 UN മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഡീമിലിറ്ററൈസ്ഡ് സോണായി പ്രഖ്യാപിച്ച മേഖലയിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചുകയറിയിരുന്നു. കൂടാതെ സിറിയയുടെ സൈനിക സന്നാഹങ്ങളും ആയുധശേഷിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നശിപ്പിക്കുകയും ചെയ്തു. ഇതോടെ ഗോലാൻ കുന്നുകളിൽ അധിനിവേശം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ. സൈനിക ശേഷി നശിപ്പിച്ചതോടെ അടുത്തെങ്ങും സൈനികമായി സിറിയ ഒരു വെല്ലുവിളിയാകില്ലെന്ന് ഉറപ്പിക്കാനും ഇസ്രായേലിന് കഴിഞ്ഞു. ഈ അനുകൂല സാഹചര്യം മുതലെടുത്താണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എതിർപ്പിനിടയിലും ഗോലാൻ കുന്നുകളിൽ ജൂത കുടിയേറ്റം ഇരട്ടിപ്പിക്കുന്നത്. $11 മില്യൺ സെറ്റിൽമെന്റ് പദ്ധതിക്കാണ് സർക്കാർ അംഗീകാരം നൽകിയത്. നിലവിൽ സിറിയയിൽ നിന്ന് അനധികൃതമായി കൈവശപ്പെടുത്തിയ ഗോലാൻ കുന്നുകളിൽ 30ഓളം സെറ്റിൽമെന്റുകളിലായി 31,000-ലധികം പേർ താമസിക്കുന്നുണ്ട്. സിറിയൻ ന്യൂനപക്ഷമായ ഡ്രൂസെ വിഭാഗക്കാരും മേഖലയിൽ കഴിയുന്നുണ്ട്. ഗോലാൻ ശക്തിപ്പെടുത്തുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് നെതന്യാഹു പ്രതികരിച്ചു. 1967 6 ദിന യുദ്ധത്തിലാണ് ഗോലാൻ കുന്നുകളുടെ ഭൂരിഭാഗവും ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തത്. രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിൻ്റേത് അനധികൃത കുടിയേറ്റമായാണ് കണക്കാക്കുന്നതെങ്കിലും 2019 അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിന്റെ സ്വയം ഭരണാധികാരത്തെ പിന്തുണച്ചിരുന്നു. ജനുവരി 20 ട്രംപ് വീണ്ടും പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നതോടെ കാര്യങ്ങൾ ഒന്നുകൂടി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇസ്രായേൽ. സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളോട് സിറിയയിൽ അധികാരം പിടിച്ചെടുത്ത ഹയാത്ത് തഹ്രീർ അൽ ഷാം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഗോലാൻ കുന്നുകളിൽ പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ ഇറാഖും സൗദി അറേബ്യയും UAEയും രംഗത്തെത്തി. സിറിയൻ ജനതയ്ക്ക് അവരുടെ ഭൂമിയിൽ പരമാധികാരം ഉറപ്പുവരുത്തണമെന്ന് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇസ്രായേലിൻ്റേത് അധിനിവേശത്തിന്റെ തുടർച്ചയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണെന്ന് UAE പ്രതികരിച്ചു. സിറിയയുടെ സുരക്ഷയും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ അട്ടിമറിക്കുന്നതാണ് ഇസ്രായേൽ പദ്ധതിയെന്ന് സൗദി വ്യക്തമാക്കി. അതേസമയം 2 ആഴ്ചയോളം നീണ്ട സായുധ വിപ്ലവത്തിന് ശേഷം സിറിയയിൽ സ്കൂളുകളും കോളേജുകളും തുറന്നു. വിമത സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സായുധ നീക്കത്തെ തുടർന്ന് അടച്ചിട്ട വിദ്യാലയങ്ങളാണ് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ക്ലാസുകൾ ആരംഭിച്ചിട്ടുള്ളത്. പ്രൈമറി സ്കൂളുകൾ തുറക്കാൻ 2 ദിവസം കൂടിയെടുക്കും. ഇസ്രായേൽ ആക്രമണം ശക്തമായിരിക്കെ തന്നെ സിറിയയിൽ പലയിടങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി. ജനജീവിതം വീണ്ടും സാധാരണ നിലയിലേക്ക് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് സിറിയയിലെ പുതിയ ഭരണാധികാരികൾ സ്കൂളുകൾ തുറക്കാൻ ഉത്തരവിറക്കിയത്. സ്കൂളുകൾ തുറന്നുവെങ്കിലും സംഘർഷാന്തരീക്ഷം നിലനിൽക്കുന്നതിനാൽ മിക്ക സ്കൂളുകളിലും ഹാജർ നില 30% കുറവായിരുന്നു. വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ തിരിച്ചുവരവിന് ആവശ്യമായ എല്ലാ സേവനങ്ങളുമായി സ്കൂളുകളെ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. പ്രവിശ്യകൾക്ക് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുന്ന സർവകലാശാലകളിൽ പലയിടത്തും ക്ലാസുകൾ നടന്നില്ല. അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനു ശേഷം 5 ദിവസത്തിനിടെ തുർക്കി അതിർത്തി വഴി 7600 സിറിയൻ അഭയാർത്ഥികൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെന്ന് തുർക്കിയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
വിമത വിപ്ലവത്തിനും അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനും പിന്നാലെയാണ് സിറിയയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത്. 5 മണിക്കൂറിനിടെ 60-ലേറെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന നടത്തിയത്. സിറിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശനിയാഴ്ച രാത്രി 5 മണിക്കൂറിനിടെ ഇസ്രായേൽ 61 മിസൈലുകൾ തൊടുത്തതായി യുദ്ധ നിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു. തെക്കുകിഴക്കൻ ക്യുനൈത്രിയിലെ റോഡുകളും വൈദ്യുത ലൈനുകളും ജലശൃംഖലകളും ഇസ്രായേൽ കരസേന തകർത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സിറിയയിൽ അധികാരം പിടിച്ച വിമത ഗ്രൂപ്പുമായി US നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. സിറിയയിൽ നിന്നും റഷ്യൻ സൈന്യത്തിന്റെ പിന്മാറ്റത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ആന്റണി ബ്ലിങ്കൻ തയ്യാറായിട്ടില്ല. സിറിയയിൽ ആക്രമണം നടത്തുന്നതിനെ ന്യായീകരിക്കാൻ ഇനി ഇസ്രായേലിന് മുന്നിൽ കാരണങ്ങളൊന്നുമില്ലെന്ന് വിമത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ അതായത് HTSന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി പറഞ്ഞു. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണങ്ങൾ പരിധി വിട്ടിരിക്കുകയാണ്. വർഷങ്ങളോളം നീണ്ട യുദ്ധവും സംഘർഷങ്ങളും കാരണം തളർന്ന സിറിയയെ ഇനിയും ആക്രമിക്കാനോ ഇല്ലാതാക്കാനോ ആരെയും അനുവദിക്കില്ലെന്നാണ് ജുലാനി വ്യക്തമാക്കിയത്. സിറിയയെ നശിപ്പിക്കുന്ന സംഘർഷങ്ങളല്ല, പകരം രാജ്യത്തിന്റെ പുനർനിർമ്മാണമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ജുലാനി കൂട്ടിച്ചേർത്തു. സിറിയയെ ആക്രമണത്തിനുള്ള വേദിയാക്കിയത് ഇറാനാണ്. അതിന് അന്ത്യം കുറിക്കാൻ വിപ്ലവത്തിലൂടെ സാധിച്ചു. എന്നാൽ അവരുമായി ശത്രുതയില്ലെന്നും ജുലാനി പറഞ്ഞു. ആഭ്യന്തര യുദ്ധകാലത്ത് സാധാരണ ജനങ്ങളെ ആക്രമിച്ച റഷ്യൻ സൈന്യത്തെ ജുലാനി കടന്നാക്രമിച്ചെങ്കിലും പൊതു താൽപര്യം കണക്കിലെടുത്ത് റഷ്യയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കുമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നന്ദി.